ഡോക്ടർ മോഹൻ വർഗീസ്, പാകിസ്ഥാന് ആയുധങ്ങൾ നൽകിയത് വളരെ കുറഞ്ഞ വിലക്കായിരുന്നു എന്നും വൻതോതിൽ ആയുധങ്ങൾ കപ്പൽ മാർഗം എത്തിച്ചു എന്നുമാണ് പാർലമെൻറ്റിൽ അന്നത്തെ പ്രതിരോധ മന്ത്രി വി സി ശുക്ല നൽകിയ മറുപടി. യുദ്ധകാലഘട്ടത്തിൽ അമേരിക്ക കൃത്യമായി പിന്തുണച്ചത് പാകിസ്ഥാനെയായിരുന്നു. റഷ്യയുടെ പിന്തുണയോടെ അതിശക്തമായ തിരിച്ചടി ഭാരതം നടത്തുകയും ബംഗ്ലാദേശിൻ്റെ മോചനം സാധ്യമാവുകയും ചെയ്തതാണ് 1971 യുദ്ധത്തിൻ്റെ പരിസമാപ്തി. അമേരിക്കയുടെ ഭാരതവിരുദ്ധ നിലപാടുകൾ നടപ്പാക്കുന്നതിന് പാകിസ്ഥാനോടൊപ്പം നിൽക്കുന്ന നയമാണ് അന്നത്തെ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സണും US സ്റ്റേറ്റ് സെക്രട്ടറി ഹെൻറി കിസ്സിഞ്ചറും കൈക്കൊണ്ടത് എന്നാണ് വ്യക്തമാകുന്നത്. ഇന്ന് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങരുത് എന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നതും 35% പിഴ താരിഫ് ചുമത്തുന്നതും പാകിസ്ഥാൻ അനുകൂല നിലപാടുകൾ സ്വീകരിക്കുന്നതും ചേർത്ത് വായിക്കുമ്പോൾ US-ൻ്റെ രക്തത്തിൽ പാകിസ്ഥാനോടുള്ള മമത അലിഞ്ഞ് ചേർന്ന് കിടപ്പുണ്ട് എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? ശ്രീ അനിൽ, അമേരിക്കയുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നത് പാകിസ്ഥാൻ അനുകൂലമോ ഇന്ത്യ അനുകൂലമോ ആയ ഒരു കാര്യമല്ല. തരം പോലെ മാറ്റിയും മറിച്ചും അമേരിക്കയുടെ സ്ഥാപിത താല്പര്യം സംരക്ഷിക്കാൻ അതത് സമയത്ത് ഏത് രാജ്യമാണോ ഏറ്റവും ഉചിതം ആ രാജ്യത്തിന് അനുകൂലമായി നിലപാടുകൾ എടുക്കും. കാലാകാലങ്ങളിൽ ഈ പശ്ചിമേഷ്യയിൽ നിന്ന് വരുന്ന ഇസ്ലാമിക ഭീഷണി നേരിടാനുള്ള ഒരു ഫ്രണ്ട് ലൈൻ സ്റ്റേറ്റ് എന്ന നിലയിൽ അമേരിക്ക സമീപകാലങ്ങളിൽ പാകിസ്ഥാനെ വളരെ പ്രധാനമായി കണ്ടിരുന്നു. പക്ഷേ ഈ അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാകിസ്ഥാനിലേക്ക് ഭീകരത പറിച്ച് നട്ടപ്പോൾ അമേരിക്കക്ക് മനസ്സിലായി പാകിസ്ഥാനെ ഇനി ഫ്രണ്ട് ലൈൻ സ്റ്റേറ്റായി കാണാനാവില്ല. പ്രത്യേകിച്ച് ബിൻ ലാഡൻ്റെ അവസാന നാളുകൾ ചെലവഴിച്ചത് പാകിസ്ഥാനിലെ അബട്ടബാദിലായിരുന്നു എന്നുകൂടി ഓർക്കുക. അതുകൊണ്ട് അന്ന് മുതൽ പാകിസ്ഥാനോട് ഒരു സ്വല്പം അകൽച്ചയുള്ള സമീപനം അമേരിക്ക സ്വീകരിക്കുകയും അനന്തമായ മാർക്കറ്റ് സാധ്യതയുള്ള ഭാരതത്തെ പുൽകാനായി തീരുമാനിക്കുകയും ചെയ്തു. ഇതാണ് സത്യം. അവിടെ ട്രംപ് വന്നപ്പോൾ ഇവിടുത്തെ ഒരു റൈറ്റ് വിങ് സ്പേസ്, അമേരിക്കയിലെ ഒരു റൈറ്റ് വിങ് സ്പേസ് ഉണ്ട്. അതിൽ ട്രംപ് വളരെ സ്മൂത്തായി ഇറങ്ങി നിൽക്കുകയാണ്. കുടിയേറ്റ വിരുദ്ധത അല്ലെങ്കിൽ വരേണ്യവർഗവുമായ ബിസിനസ് താല്പര്യങ്ങൾ ഇതെല്ലാം ചേർന്ന ഒരു വലതുപക്ഷ സ്പേസ് ഉണ്ട്. ഇന്ത്യയിലും ഭാരതീയ ജനതാ പാർട്ടിയും നരേന്ദ്രമോദിയും ഒക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു റൈറ്റ് വിങ് സ്പേസ് ഉണ്ട്. ഈ സ്പേസ് കൺവേർജ് ചെയ്യും എന്നായിരുന്നു പൊതുവെയുള്ള നിരീക്ഷണം. പക്ഷേ ഇന്ത്യയിൽ വിവരമുള്ള ആളുകൾ അന്ന് തന്നെ പറഞ്ഞു അമേരിക്ക ബാന്ധവം ആ സെൻസിൽ കണ്ണുമടച്ച് വിശ്വസിക്കാവുന്ന ഒരു രാജ്യമല്ല കച്ചവട രാജ്യമായ അമേരിക്ക എന്ന് അന്ന് മുതൽ അറിയാമായിരുന്നു. അതുകൊണ്ട് തരം കിട്ടിയാൽ പാകിസ്ഥാനാണ് ഇപ്പോൾ മെച്ചമെന്ന് തോന്നിയാൽ, സമ്പദ് വ്യവസ്ഥയുടെ കാര്യത്തിലല്ല, മറ്റു ചില കാര്യങ്ങളിൽ പാകിസ്ഥാനോടുള്ള അടുപ്പം അമേരിക്കയ്ക്ക് നിലനിർത്തിയേ പറ്റൂ. അതുകൊണ്ടാണ് എണ്ണ പരിവേഷണത്തിന് വേണ്ടി വൻതോതിൽ മുതൽ മുടക്കാൻ അമേരിക്ക തയ്യാറാണ്. പണം ചെലവഴിക്കാൻ മാത്രമല്ല അതിൻ്റെ ഒരു സാങ്കേതിക വിദ്യ കൈമാറാനും തയ്യാറാണ്. ട്രംപിൻ്റെ അതാണ് നേരത്തെ ഇവിടെ ഉയർന്നു വന്ന ഒരു സംശയം, പാകിസ്ഥാനിൽ എവിടെയാണ് എണ്ണ ഉള്ളത് എന്ന്. ഇനി ബലൂചിസ്ഥാൻ മേഖലയിൽ വല്ലതും ഉണ്ടോ, എവിടെയാണ് ഈ പര്യവേഷണം നടത്താൻ പോകുന്നത് എന്നറിയാനുള്ള താല്പര്യമുണ്ട്. അത് ബലൂചിസ്ഥാൻ മേഖലയിൽ മാത്രമല്ല, നമ്മുടെ ധാതു നിക്ഷേപമാണുള്ളത്. എണ്ണ നിക്ഷേപത്തിൻ്റെ പ്രധാന സ്രോതസ്സായി ഇപ്പോൾ പറയുന്നത് അറബിക്കടലിൻ്റെ വടക്കൻ ഭാഗത്ത് പാകിസ്ഥാനോട് ചേർന്നുള്ള തീരമേഖലയിൽ ഈ എണ്ണ കിണറുകൾ കുഴിക്കാനുള്ള ഒരു പദ്ധതി കുറേ കാലമായി ഉണ്ട്. അതിനുള്ള സാങ്കേതിക വിദ്യയോ പണമോ പാകിസ്ഥാൻ്റെ കൈവശമില്ലാത്തത് കൊണ്ട് അമേരിക്ക പോലെ ഒരു ശക്തമായ ഒരു പങ്കാളിയെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് അമേരിക്ക അവിടെ എണ്ണ ഉണ്ട് എന്നും അത് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുമെന്നും കമേഴ്ഷ്യലി വയബിൾ ആകുമെന്നും തീർത്തു പറയാൻ ഇപ്പോൾ നമുക്ക് കഴിയില്ല. അത് അമേരിക്കയ്ക്ക് പോലും കഴിയില്ല. പക്ഷേ ബാലൻസ് ചെയ്യാൻ, ഇന്ത്യയെ പ്രകോപിപ്പിച്ച് കൂടെ നിർത്താൻ പാകിസ്ഥാനെ ഉപയോഗിച്ച ട്രംപിൻ്റെ കുശാഗ്ര ബുദ്ധി അത് അസ്ഥാനത്തായി. അതുകൊണ്ടാണ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ 24 മണിക്കൂറിൽ വന്ന 2 പ്രസ്താവനകൾ ശ്രീ അനിൽ ശ്രദ്ധേയമാണ്. അതിലൊരു പ്രസ്താവന എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ കണ്ട പ്രസ്താവനയാണ്. മുൻകാലങ്ങളിൽ എന്തുകൊണ്ട് ബംഗ്ലാദേശ് യുദ്ധത്തിലെ അമേരിക്കയുടെ നിലപാടിനെക്കുറിച്ച് ഇന്ത്യ സ്വല്പം ഉറക്കത്തന്നെ സംസാരിക്കേണ്ടവർ തന്നെയാണ് സംസാരിച്ചതെന്ന് ഓർക്കണം. വിദേശകാര്യ ചുമതലയുള്ള അല്ലെങ്കിൽ അവിടെ ഈസ്റ്റേൺ കമാൻഡിൻ്റെ ചുമതലയുള്ളവർ തന്നെയാണ് സംസാരിച്ചിരിക്കുന്നത്. അവിടെ $2 ബില്യൺ വർത്ത് ഓഫ് അമേരിക്കൻ ആംസ് ആൻഡ് അമ്യൂണേഷൻസ്
പാകിസ്ഥാനിലേക്ക് 54 മുതൽ 71 വരെയുള്ള കാലഘട്ടത്തിലേക്ക് എത്തി. അത് കൺസെഷണൽ റേറ്റിൽ ആണ് എന്ന വിശ്വാസം എനിക്കില്ല. അത് മാർക്കറ്റ് റേറ്റിൽ തന്നെ ആയിരിക്കാനാണ് സാധ്യത. അതെത്തി എന്ന് പറയുമ്പോൾ വ്യക്തമായി അമേരിക്ക പാകിസ്ഥാനെ സഹായിച്ചിരുന്നു. യുദ്ധസമയത്ത് അമേരിക്കയുടെ 7ാം കപ്പൽപ്പട ബേ ഓഫ് ബംഗാളിൽ നങ്കൂരമിട്ടു എന്നത് നമുക്ക് തള്ളിക്കളയാവുന്ന കാര്യമല്ല. അത് ഭൂലോക സത്യമാണ്. അത് തിരിച്ചു പോകാനുണ്ടായ സാഹചര്യവും നമ്മളിവിടെ നേരത്തെ ഞാൻ ഡിബേറ്റിലേക്ക് പ്രവേശിച്ച സമയത്ത് അതുമായി ബന്ധപ്പെട്ട ചർച്ചകളായിരുന്നു. അപ്പോൾ അതൊരിക്കൽ കൂടി അമേരിക്കയെ റിമൈൻഡ് ചെയ്തിരിക്കുകയാണ്. രണ്ടാമത്തെ പ്രസ്താവന അതിന് മുമ്പ് വന്നൊരു പ്രസ്താവനയാണ്. ആ പ്രസ്താവന ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് വ്യക്തമായൊരു പ്രസ്താവന വന്നിരിക്കുന്നു. വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ സ്പോക്സ് പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നു. അത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്: അമേരിക്ക ഇരട്ടത്താപ്പ് കാട്ടുന്നു, യൂറോപ്യൻ സമൂഹവും ഇരട്ടത്താപ്പ് കാട്ടുന്നു. ഒരു കാലത്ത് അല്ലെങ്കിൽ കേവലം 2.5-3 വർഷം മുൻപ് റഷ്യയുമായി ഉള്ള എണ്ണക്കച്ചവടം തുടരാം, അതിൽ യാതൊരു അപാകതയുമില്ല എന്ന് ഇന്ത്യക്ക് ഉറപ്പ് നൽകിയിരുന്ന അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഇപ്പോൾ പറയുന്നു റഷ്യ ഉക്രൈനെതിരെയുള്ള യുദ്ധത്തിൽ നിലനിൽക്കുന്നതും പിടിച്ചു നിൽക്കുന്നതും ഇന്ത്യ റഷ്യയെ സാമ്പത്തികമായി എണ്ണ വാങ്ങി സഹായിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഉക്രൈൻ യുദ്ധത്തിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തം റഷ്യക്ക് മാത്രമല്ല, ഭാരതവും അത് ഷെയർ ചെയ്യേണ്ടി വരുന്നു. അത് ക്രൂരമായൊരു ആരോപണമാണ്. യഥാർത്ഥത്തിൽ ഇറ്റ് വാസ് ഡൺ വിത്ത് എ കൺസെൻസസ്. അതായത് അറബ് രാജ്യങ്ങൾ, വെസ്റ്റ് ഏഷ്യയിൽ നിന്ന് വരേണ്ട എണ്ണയുടെ സിംഹഭാഗവും റഷ്യൻ ഉപരോധം വന്നപ്പോൾ, റഷ്യക്ക് നേരെ യൂറോപ്യൻ കമ്മ്യൂണിറ്റി ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ ഈ എണ്ണയുടെ നല്ല പങ്കും യൂറോപ്യൻ വിപണികളിലേക്ക് പോയി. അതുകൊണ്ട് സ്വാഭാവികമായി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഓയിൽ ഡെഫിസിറ്റ് സ്റ്റേറ്റ് ആണ്. 80% ഊർജ്ജ ആവശ്യവും നമ്മൾ ഇറക്കുമതിയിലൂടെയാണ് കൊണ്ടുവരുന്നത്. ആ ഇറക്കുമതിയിലൂടെ എണ്ണ റഷ്യയിൽ നിന്നാകട്ടെ അറബ് രാജ്യങ്ങളിൽ നിന്നാകട്ടെ എവിടെ നിന്നാണെങ്കിലും ഇറക്കുമതി ചെയ്യുന്ന എണ്ണ നമ്മുടെ ശുദ്ധീകരണശാലകളിൽ ലോകത്ത് ഏറ്റവും വലിയ റിഫൈനറീസ് പലതും ഇന്ത്യയിലാണ്. ഹിന്ദുസ്ഥാൻ പെട്രോളിയം, ഭാരത് പെട്രോളിയം, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ONGC എന്ന് വേണ്ട സ്വകാര്യ മേഖലയിലെ റിലയൻസും SR പോലെയുള്ള എണ്ണ ശുദ്ധീകരണശാലകളിൽ സ്ഫുടം ചെയ്തെടുത്ത എണ്ണ ഗ്ലോബൽ മാർക്കറ്റിൽ ദർ ആർ ടേക്കേഴ്സ്. അങ്ങനെയാണ് ഇന്ത്യ പിടിച്ചു നിൽക്കുന്നത്. ഇത് ഇന്ത്യയുടെ ഉപാധിയാണ്, ജീവൻ ഉപാധിയാണ്. ഇത് വേണ്ട എന്ന് വെക്കാനാവില്ല. അതുമാത്രമല്ല $30 ലെസ് ദൻ ദ മാർക്കറ്റ് റേറ്റ്, ആ റേറ്റിനാണ് പരമ്പരാഗത കഴിഞ്ഞ ഒരു 3.5 വർഷമായി ഉക്രൈൻ ആക്രമണം സംഭവിച്ചതും റഷ്യക്കെതിരെ ഉപരോധം നേരിട്ടതുമായ ഫെബ്രുവരി 2022 മുതലുള്ള ഈ കാലത്തത്രയും റഷ്യ ഇന്ത്യക്ക് എണ്ണ നൽകിയിരുന്നത് കൺസെഷണൽ റേറ്റിലാണ് എന്നോർക്കണം. അത് മറ്റൊരു രാജ്യവും ഒപ്പെക്കിലെ ഒരു രാജ്യവും ചെയ്യില്ല, അമേരിക്ക ചെയ്യില്ല. കണക്ക് പറഞ്ഞ് പണം വാങ്ങും. രണ്ടാമതൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ കൊടുക്കുന്നത് റുപ്പിയിലാണ് പേയ്മെൻറ്റ് നടത്തുന്നത്. അമേരിക്കയിൽ നിന്ന് എണ്ണ വാങ്ങിച്ചാൽ യു ഹാവ് ടു മേക്ക് ദ പേയ്മെൻറ്റ് ഇൻ US ഡോളേഴ്സ്. സൗദി അറേബ്യയിൽ നിന്ന് വാങ്ങിയാലും നമ്മൾ ഡോളറിൽ പേയ്മെൻറ്റ് നടത്തണം. ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ബ്രിക്സിനൊരു കോമൺ കറൻസി ഇല്ല എങ്കിൽ പോലും ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിൽ ലോക വ്യാപാരത്തിൻ്റെ 27.8% ഉണ്ട്. അതിൽ എണ്ണ ഉൾപ്പെടെയുള്ള വ്യാപാരം ഉണ്ടെന്ന് ഓർക്കണം. അതിൽ പകുതിയും 50%, അതായത് $50,000 കോടി വർത്ത് ട്രേഡ് നടക്കുന്നത് അതത് രാജ്യങ്ങളുടെ കറൻസിയിലാണ്. ഇന്ത്യ എക്കാലത്തും ആഗ്രഹിച്ചിരുന്നത് അതാണ്. ഇപ്പം രൂപ കൊടുത്ത്, ഇന്ത്യൻ റുപ്പി കൊടുത്ത് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങാനാവുമെങ്കിൽ വൈ നോട്ട്? അത് ഒരു വലിയ സാധ്യതയാണ്. ഈ സാധ്യതകളെല്ലാം നിലനിൽക്കെ അമേരിക്ക പറയുകയാണ് റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങുന്ന ഭാരതത്തെ ഉപരോധത്തിൽപ്പെടുത്തും, അല്ല എങ്കിൽ പിഴ ചുമത്തും. ആണ് ടാരിഫ്, കർശനമായ ടാരിഫ്. 10% ഫ്ലാറ്റ് ടാരിഫ്, 25% സ്പെഷ്യൽ ടാരിഫ് ഫോർ ഇന്ത്യ. അതിന് പുറമെ മറ്റൊരു 10%, ചിലപ്പം ആദ്യം 500%, 100% എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഒരു 10%-ലെത്തി നിൽക്കുന്നു. ഇത് ചുമത്തുമെന്ന് പറയുമ്പോൾ ഇന്ത്യയെ അമേരിക്ക ഞെരുക്കാൻ ശ്രമിക്കുന്നു എന്നൊരു പ്രതീതിയുണ്ട്. ഇതിന് വഴങ്ങിക്കൊടുക്കണ്ട എന്ന ഒരു രീതിയിലും സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടതില്ല. അതുകൊണ്ട് ബ്രിക്സിൽ കുറച്ചുകൂടി ആക്റ്റീവായിട്ട് നിൽക്കാനും ചൈനയുമായിട്ടുൾപ്പെടെയുള്ള തർക്കങ്ങൾ രമ്യമായി പരിഹരിക്കാവുന്നത് അങ്ങനെ പരിഹരിച്ചുകൊണ്ട് റഷ്യയുമായുള്ള ചരിത്രപരമായ അടുപ്പം തുടർന്നുകൊണ്ട് മുന്നോട്ട് പോകാമെന്ന ഇന്ത്യയുടെ ധീരമായ നിലപാട് വലിയ കോലാഹലങ്ങളൊന്നുമില്ലാതെ ചില പ്രസ്താവനകളുടെ രൂപത്തിൽ നരേന്ദ്രമോദിയുടെ ഭാഗത്തും നല്ല പ്രസ്താവന വന്നിരിക്കുന്നത്. വേണ്ട ആളുകൾ, ജൂനിയർ ഒഫീഷ്യൽസ് ഈ പ്രസ്താവനയുമായി വരുമ്പോൾ ദിസ് ഈസ് എ റൈറ്റിംഗ് ഓൺ ദ വാൾ, ഒരു ചുവരെഴുത്താണ്, കാലത്തിൻ്റെ ചുവരെഴുത്താണ്. ഇത് വായിച്ചു മനസ്സിലാക്കാൻ
അമേരിക്കയ്ക്ക് കഴിയുന്നില്ല എങ്കിൽ കഷ്ടമെന്നേ പറയാനുള്ളൂ. അമേരിക്കയുമായി ഇപ്പോൾ നമ്മൾ നടത്തുന്ന വ്യാപാരം $136 ബില്യൺ ഉഭയകക്ഷി വ്യാപാരമാണ്. അത് ഒരു $500 ബില്യൺ ആക്കി മാറ്റണം 2030 ശരി, സാധിക്കുമായിരിക്കാം. പക്ഷേ അതിന് ഇന്ത്യ കൊടുക്കേണ്ടി വരുന്ന വില ഭീമമായിരിക്കും. ഇന്ത്യയുടെ അന്തസ്സ്, അഭിജാത്യം എല്ലാം അടിയറ വെച്ചുകൊണ്ട് അമേരിക്ക പറയുന്ന ടേംസിൽ എല്ലാം അംഗീകരിച്ചുകൊണ്ട് ട്രേഡ് ഫിഗേഴ്സ് വർദ്ധിപ്പിക്കാൻ ഇന്ത്യ തയ്യാറല്ല. ഇത് മുഴുവൻ നിന്ന് പോയാലും, ഇന്ത്യ അമേരിക്കൻ ട്രേഡ് പൂർണ്ണമായി നഷ്ടപ്പെട്ടു പോയാലും ഇന്ത്യൻ ഇക്കോണമിക്ക് ഉണ്ടാകാവുന്ന സ്വാഭാവിക നഷ്ടം, പ്രൊജക്റ്റഡ് ഫിഗേഴ്സ് എന്ന് പറയുന്നത് 0.2% മാത്രമാണ്. ഇന്ത്യൻ GDP ഉണ്ടാകാത്ത കുറവ് അത്രമാത്രമാണ്. അതുകൊണ്ട് അത്ര അനിവാര്യമായ ഒരു കാര്യമൊന്നുമല്ല ശ്രീ അനിൽ. അമേരിക്കയുമായുള്ള കച്ചവടം നല്ലതാണ്. എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ഒരു ഇക്കോണമി അല്ല ഭാരതത്തിന് ഇപ്പോഴും. ചൈന അങ്ങനെയല്ല. അപ്പം ചൈനയെ കണ്ടുകൊണ്ട് അതുപോലെയാണ് ഭാരതം എന്ന് ചിന്തിക്കുന്നിടത്താണ് തെറ്റ്. ചൈനീസ് ഇക്കോണമി ഗിയറപ്പ് ചെയ്ത കഴിഞ്ഞ ഒരു 1/4 നൂറ്റാണ്ടായിട്ടെങ്കിലും പൂർണ്ണമായി എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ആയിട്ടാണ് ഗിയറപ്പ് ചെയ്തിരുന്നത്. ഇന്ത്യ അങ്ങനെയല്ല. വി ഹാവ് എ വൈബ്രന്റ് ഡൊമസ്റ്റിക് മാർക്കറ്റ്. നല്ല അത്യുഗ്രൻ ഡൊമസ്റ്റിക് മാർക്കറ്റാണ്. ലോകത്തെ ഏറ്റവും ശക്തമായ മിഡിൽ ക്ലാസ് ബേസ് ഉള്ള രാജ്യം കൂടിയാണ് ഇന്ത്യ. ശ്രീ അനിൽ, അവിടെ അമേരിക്കയുടെ വ്യാപാരം പൂർണ്ണമായി നഷ്ടപ്പെട്ടു പോയാലും 2 ഓപ്ഷൻസ് നമുക്കുണ്ട്. ഡൊമസ്റ്റിക് ഇക്കോണമി നല്ല ഊർജിതമായി നിലനിർത്തുക. മെയ്ക്ക് ഇൻ ഇന്ത്യ പ്രോജക്റ്റിൻ്റെ ഭാഗമായി റഷ്യയിൽ നിന്നുള്ള Su-57 ഉൾപ്പെടെയുള്ള വിമാനങ്ങൾ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യാവുന്ന തലത്തിലേക്ക് ഇന്ത്യ വളർന്നു കഴിഞ്ഞു. തദ്ദേശീയമായി ഇന്ത്യ വികസിപ്പിച്ചെടുക്കുന്ന ആയുധങ്ങൾ. അപ്പോൾ ആയുധങ്ങൾ പുറത്തുനിന്ന് പണം കൊടുത്ത് വാങ്ങാതെ തദ്ദേശീയമായി ഉൽപ്പാദിപ്പിക്കുകയും അതിനാവശ്യമുള്ള ടെക്നോളജി സുഹൃത്ത് രാജ്യങ്ങളായ റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി കൈമാറുകയും ചെയ്യുക എന്നത് ഇന്ത്യയുടെ നയത്തിൻ്റെ ഭാഗമായി വന്നിരിക്കുന്നു. അതുകൊണ്ടാണ് നരേന്ദ്രമോദി അമേരിക്കയിൽ പോയപ്പോൾ ഫെബ്രുവരി മാസം 2025 ഫെബ്രുവരിയിൽ അമേരിക്കയിൽ പോയപ്പോൾ പ്രസിഡന്റ് ട്രംപ് നന്നായി പ്രലോഭിപ്പിച്ചു. നിങ്ങൾ എന്തുകൊണ്ട് ഞങ്ങളുടെ F-35 സ്റ്റെൽത്ത് വിമാനങ്ങൾ വാങ്ങുന്നില്ല? ഞങ്ങൾ കേവലം $10 കോടി മാത്രമാണ് വില. മാത്രമൊന്നല്ല, $10 കോടി പെർ പ്ലെയിൻ ഈസ് ആൻ ഓഫുൾ ലോട്ട് ഓഫ് മണി. ഇത്രയും തുക കൊടുത്ത് വാങ്ങിയാൽ പോലും സ്പെയർ പാർട്ടിന് വേണ്ടിയും സർവീസിങ്ങിന് വേണ്ടിയും വീണ്ടും അമേരിക്കയെ ആശ്രയിക്കേണ്ടി വരും. അതേസമയം സമാന്തരമായി ഒരു പ്രപ്പോസൽ ഉണ്ടായിരുന്നു 4 വിലയ്ക്ക് Su-57 അതേ ഫീച്ചേഴ്സുള്ള റഷ്യൻ നിർമ്മിത പ്രഹരശേഷിയുള്ള വിമാനമാണ് Su-57. ആ വിമാനം ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള അനുമതി ഉൾപ്പെടെ അതിൻ്റെ ആദ്യ കണ്ടിൻജന്റ് റഷ്യയിൽ നിന്ന് വരും. പിന്നീടുള്ളത് ഭാരതത്തിൽ നിർമ്മിക്കാനും പൂർണ്ണമായ സാങ്കേതിക വിദ്യ കൈമാറ്റത്തിനും റഷ്യ തയ്യാറാകുമ്പോൾ ആരാണ് നമ്മുടെ ചങ്ങാതി എന്ന് തിരിച്ചറിയാൻ ഭാരതം വൈകിയിട്ടില്ല. അത് തിരിച്ചറിയുന്നു. അവിടെയാണ് വിഷയം. അതുകൊണ്ട് അന്ധമായ അമേരിക്കൻ പ്രേമമോ അമേരിക്കൻ സ്നേഹമോ അമേരിക്കൻ പ്രസിഡന്റിനെ കണ്ട് ഭാരതം കണ്ണ് മഞ്ഞളിച്ച് പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഭാരതം അതിൻ്റെ അന്തസ്സ് കാത്തു സൂക്ഷിച്ചുകൊണ്ട് പരമ്പരാഗതമായ റഷ്യയുമായിട്ടുള്ള അടുപ്പം, അത് കോൺഗ്രസ് ഗവൺമെൻറ് കാലത്ത് തുടങ്ങിയ അടുപ്പമാണ്. പക്ഷേ കോൺഗ്രസ് ഗവൺമെൻറ്റിൻ്റേതെന്നോ BJP ഗവൺമെൻറ്റിൻ്റേതോ എന്നല്ല വിദേശ നയം. ഭാരതത്തിൻ്റെ ദേശീയ താല്പര്യങ്ങൾ ആര് സംരക്ഷിക്കുമോ അതാണ് വിദേശ നയം. ഇന്ത്യയുടെ വിദേശ നയമാണ് അത്. അടൽ ബിഹാരി വാജ്പേയിയുടെയോ നരേന്ദ്രമോദിയുടെയോ ഇന്ദിരാഗാന്ധിയുടെയോ നെഹ്റുവിൻ്റെയോ അല്ല നയം. ഭാരതത്തിൻ്റെ ആവശ്യങ്ങളുടെ പ്രതിഫലനമാണ്. ഡൊമസ്റ്റിക് റിക്വയർമെൻറ്റിൻ്റെ റിഫ്ലക്ഷനാണ് വിദേശ നയം എന്ന് ഓർക്കണം. അങ്ങനെ നോക്കുമ്പോൾ റഷ്യയുമായുള്ള ചങ്ങാത്തം ഇടയ്ക്ക് മന്ദീഭവിച്ചു എന്ന് പറയാനാവില്ല എങ്കിലും ബാലൻസ് ചെയ്തു പോവുകയായിരുന്നു. അമേരിക്ക എന്ന പുതിയ ചങ്ങാതിയും റഷ്യ എന്ന പഴയ ചങ്ങാതിയും ഒരേപോലെ മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ അത് അമേരിക്കയ്ക്ക് സ്വീകാര്യമല്ല എങ്കിൽ പുതിയ ചങ്ങാതി വേണ്ട, പഴയ ചങ്ങാതി, ടൈം ടെസ്റ്റഡ് ചങ്ങാതി മതിയാകും. ആ ഒരു തീരുമാനത്തിലേക്ക് മെല്ലെ ഇന്ത്യ അടുക്കുകയാണ്, ശബ്ദ കോലാഹലങ്ങളില്ലാതെ. അതാണ് ഇന്നത്തെ അവസ്ഥ. അതുകൊണ്ട് അവിടെ പാകിസ്ഥാൻ കടന്നു വരുന്നു. റഷ്യ ഒരു കാലത്തും പാകിസ്ഥാനുമായി വലിയ ചങ്ങാത്തത്തിലായിരുന്നില്ല എന്ന് ഓർക്കണം. അവിടെ അമേരിക്കയും പാകിസ്ഥാനും തമ്മിലുള്ള ചങ്ങാത്തം മറ്റൊരു തലത്തിലേക്ക് വീണ്ടും ഉയരുമ്പോൾ ഇപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച കാര്യത്തിൽ പാകിസ്ഥാനെ വ്യക്തമായി അമേരിക്കയും പാകിസ്ഥാനും തമ്മിൽ നിരന്തരം സംസാരമുണ്ടായിരുന്നു. അതിൻ്റെ ബേസിസിലാണ് അമേരിക്ക തന്നെ ഉപദേശിച്ചത്, പാകിസ്ഥാനോട് പറഞ്ഞത് നിങ്ങളധികം മുന്നോട്ട് പോയാൽ രക്ഷപ്പെടില്ല, പെട്ടെന്ന് DGMO തലത്തിൽ സംഭാഷണം നടത്തൂ എന്നൊക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം അവിടുന്ന് പാകിസ്ഥാനെ DGMO ഇന്ത്യൻ DGMO വിളിക്കുന്നതും സംഗതി പറഞ്ഞ് സെറ്റപ്പാക്കുന്നതും. ഇതെല്ലാം പബ്ലിക് സ്പേസിൽ നിൽക്കെ ട്രംപിൻ്റെ ഭാഗത്ത് നിരന്തരം 29 പ്രാവശ്യമാണ് ശ്രീ അനിൽ ഡൊണാൾഡ് ട്രംപ് പ്രസ്താവന നടത്തുന്നത്. അത് ഞാൻ ട്രേഡ് കാര്യം പറഞ്ഞ 2 രാജ്യങ്ങളെയും വരട്ടിയത് കൊണ്ടാണ്. ഇതെന്ത് വർത്തമാനമാണ് ഇത്? നിരന്തരം ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഒഫീഷ്യലി ഡിനയലുണ്ടായി.
പാർലമെന്റിൽ ശ്രീ നരേന്ദ്രമോദി ട്രംപിന്റെ പേരെടുത്ത് പറഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രതിപക്ഷങ്ങൾ വിമർശിക്കുന്നത്. അതിൽ കാര്യമില്ല, വ്യക്തമായി പറഞ്ഞു. ഈ ഒരു ഭൂമുഖത്തിൽ അണ്ടകടാഹത്തിൽ ഒരു നേതാവും പറഞ്ഞിട്ടല്ല, ഭാരതം അത് ലക്ഷ്യങ്ങൾ കൈവരിച്ചു. അത് അങ്ങനെ തന്നെ കരുതാനാണ് പിന്നെ ശ്രീ അനിൽ എനിക്കിഷ്ടം. കാരണം ഒരു പരിധിയിൽ ഈഗോയിസ്റ്റിക്കാണ് ട്രംപിന്റെ നിലപാടുകൾ, പലപ്പോഴും ഈഗോയിസ്റ്റിക്കാണ്. അതുകൊണ്ട് നരേന്ദ്രമോദി ആ നാഴിയിൽ ഇറങ്ങില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപിന്റെ നാഴിയിൽ ഇറങ്ങുന്നില്ല എന്ന് തോന്നിയപ്പോൾ എന്നാൽ ശരി കാണിച്ചു തരാം, തനി ഗുണം കാണിക്കുകയാണ്. അതിന് ഭാരതം വളരെ സർജിക്കൽ പ്രിസിഷനോടുകൂടി വളരെ പ്രൊഫഷണലായിട്ട് തന്നെ ശബ്ദകോലാഹലങ്ങളില്ലാതെ മറുപടി നൽകുന്ന മനോഹരമായ നിമിഷങ്ങളിലൂടെയാണ് ഭാരതം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ ഡൊണാൾഡ് ട്രംപിൻ്റെ ഈഗോ ഒരു ഭാഗത്ത് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, മറുഭാഗത്ത് ഭാരതത്തിൻ്റെ സാമ്പത്തികമായിട്ടുള്ള വളർച്ചയിലുള്ള കണ്ണുകടി, അസൂയ, ഇതൊക്കെ ഘടകങ്ങൾ ആണ് എന്ന് നമുക്ക് അനുമാനിക്കാം.